നമസ്കാരം, എൻ്റെ പേര് സുദീപ് സുധാകരൻ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബാബറി മസ്ജിദ് അയോധ്യ വിഷയത്തിൻ്റെ സമ്പൂർണ്ണ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ആദ്യ ഭാഗത്തിൽ 16-ാം നൂറ്റാണ്ട് മുതൽ 1980-കൾ വരെയുള്ള ചരിത്രമാണ് സംസാരിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ അതിനുശേഷമുള്ള ചരിത്രമാണ് പരിശോധിക്കുന്നത്. നിങ്ങൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ല എങ്കിൽ നിർബന്ധമായും അതുകൂടി കാണാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നാലാമത്തെ ചാപ്റ്ററിന് ഒരു ആമുഖം എന്ന രീതിയിൽ പറയാനുള്ളത് ഇതിനോടടുത്ത് ഇന്ത്യയിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ്. അത് ചുരുക്കി പറഞ്ഞാൽ, നെഹ്റുവിൻ്റെ ഭരണശേഷം വലിയ ഇൻറ്റേർണൽ ഫൈറ്റ് അധികാരത്തിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമാകുന്നുണ്ട്. ഒരു ഭാഗത്ത് നെഹ്റുവിൻ്റെ പുത്രി ഇന്ദിരാഗാന്ധിയും അവരെ പിന്തുണയ്ക്കുന്നവരും ആയിരുന്നെങ്കിൽ, മറുഭാഗത്ത് തലമുതിർന്ന ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ മറ്റൊരു ബ്ലോക്കായി അണിനിരക്കുകയാണ്. 1969-ൽ ഇത് കോൺഗ്രസിൻ്റെ നെടുങ്ങനെയുള്ള പിളർപ്പിലേക്ക് നയിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറെക്കുറെ സമ്പൂർണമായ കോൺഗ്രസ് ആധിപത്യം ഈ ഘട്ടത്തിൽ പതുക്കെ മാറി വരികയാണ്. അതിശക്തമായ പൊളിറ്റിക്കൽ ഫിഗറായി ഒരു വശത്ത് ഇന്ദിരാഗാന്ധി നിലയുറപ്പിക്കുന്നുണ്ട്. ഗരീബി ഹട്ടാവോ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പ് നേരിട്ട ഇന്ദിരാഗാന്ധി വൻ വിജയം 1971-ലെ തെരഞ്ഞെടുപ്പിൽ നേടുകയുണ്ടായി. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്ക് എതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരുന്നത് കാണാൻ സാധിക്കും. ജയപ്രകാശ് നാരായണനും മറ്റും നേതൃത്വം നൽകിയ ഇത്തരം പ്രതിഷേധങ്ങൾ ഇന്ത്യയെ ഇക്കാലഘട്ടത്തിൽ ഇളക്കി മറിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായി 1975-ൽ ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എല്ലാവിധ അവകാശങ്ങളും സസ്പെൻഡ് ചെയ്യപ്പെട്ട കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അധികാരം കൈയാളിയ ഒരു കാലഘട്ടമായിരുന്നു അത്. അടിയന്തരാവസ്ഥയെ എതിർത്ത ഒട്ടുമിക്ക പാർട്ടികളും ചേർന്ന് 1977-ൽ ജനതാ പാർട്ടി എന്ന പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഹിന്ദു റൈറ്റ് വിങ്ങിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഔട്ട്ഫിറ്റായ ഭാരതീയ ജനസംഘ് ഇതിൻ്റെ ഭാഗമായിരുന്നു. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും തകർന്നടിക്കുകയും ജനതാ പാർട്ടി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാർ ഡൽഹിയിൽ അധികാരത്തിൽ വന്നു. എന്നാൽ മികച്ച തുടക്കം കിട്ടിയ ഈ സർക്കാർ പിന്നീട് ഗ്രൂപ്പ് വഴക്കുകൾ മൂലം തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇക്കാലത്ത് ഉയർന്നു വന്നൊരു വിവാദം ഇരട്ട അംഗത്വത്തിനെ കുറിച്ചുള്ളതായിരുന്നു. അതായത് ജനതാ പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള പലരും ഒരേ സമയം രാഷ്ട്രീയ സ്വയം സേവക സംഘ് അഥവാ RSSൻ്റെ കൂടി പ്രവർത്തകരായിരുന്നു. ഇത് ജനതാ പാർട്ടിയുടെ ഉള്ളിൽ നിന്നും തന്നെ വിമർശനത്തിന് കാരണമായി. ഇവർ RSS അംഗത്വം രാജിവെക്കണം എന്ന ആവശ്യം ശക്തമായി. ഇത്തരത്തിൽ ഒരുപാട് അധികാര വടംവലികളുടെ തുടർച്ചയിൽ 1979-ൽ മൊറാർജി സർക്കാർ നിലം പതിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇന്ദിരാഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വന്നു. ഒരിക്കൽ ശിക്ഷിച്ച ജനങ്ങൾ തന്നെ ഇരു കൈയും നീട്ടി ഇന്ദിരയ്ക്ക് ഇന്ത്യയുടെ അധികാര കസേര നൽകി എന്ന് പറയാം. ഈ ഘട്ടത്തിൽ പല കഷ്ണങ്ങളായി മാറിയ ജനതാ പാർട്ടിയിലെ പഴയ ജനസംഘ് നേതാക്കൾ ഒരു പുതിയ പാർട്ടിക്ക് 1980-ൽ രൂപം കൊടുത്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായി പിന്നീട് ഇത് മാറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP. ഇവിടെ അയോധ്യയുടെ ചരിത്രം ഒരു പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് കടക്കുകയാണ്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് അയോധ്യയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ അല്ല, മറിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഒരു ഉൾഗ്രാമമായ മീനാക്ഷിപുരത്ത് നിന്നാണ്. 1981 ഫെബ്രുവരി മാസം 1500ഓളം വരുന്ന ഗ്രാമവാസികൾ, ഇവർ ഹിന്ദുക്കളായിരുന്നു, കൃത്യമായി പറഞ്ഞാൽ ദളിതരായിരുന്നു. ഇവർ ഒരു ദിവസം ഇസ്ലാമിലേക്ക് കൂട്ടത്തോടെ മതപരിവർത്തനം നടത്തി. മാത്രമല്ല ഗ്രാമത്തിൻ്റെ പേര് റഹ്മത്ത് നഗർ എന്നാക്കി മാറ്റുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇവർ ഹിന്ദുമതം ഉപേക്ഷിച്ചത്? അതിന് കാരണമായി അവർ പറഞ്ഞത് തലമുറകളായി അവരനുഭവിക്കുന്ന ജാതീയമായ അടിച്ചമർത്തലുകളായിരുന്നു. അതിനോടുള്ള പ്രതിഷേധമായിരുന്നു ഈ മതപരിവർത്തനം. ഇത് വലിയ കോളിളക്കങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. വാജ്പേയി ഉൾപ്പെടെയുള്ള അന്നത്തെ ഹിന്ദു റൈറ്റ് വിങ്ങിൻ്റെ നേതൃത്വം ഇവിടെ സന്ദർശിക്കുകയും ഹിന്ദു മതത്തിനും സംസ്കാരത്തിനും നേരെയുള്ള ഒരു ആക്രമണമായി ഇതിനെ അപലപിക്കുകയും ചെയ്തു.
ഇതിൻ്റെ തുടർച്ചയായി 1984 വിശ്വ ഹിന്ദു പരിഷത്ത് അഥവാ VHPയുടെ നേതാവായ അശോക് സിംഗാളിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ 500ഓളം വരുന്ന സന്യാസിമാരുടെ ഒരു മീറ്റിംഗ് ധർമ്മ സൻസദ് എന്ന പേരിൽ വിളിച്ചു ചേർത്തു. ഇവിടെ വെച്ചാണ് ഒരുപക്ഷെ ആദ്യമായി ദേശീയ തലത്തിൽ അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിയുക എന്നത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഹിന്ദു റൈറ്റ് വിങ് ഉന്നയിക്കുന്നത്. ഹിന്ദു മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സംരക്ഷണത്തിന് ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കുക ഒഴിച്ചുകൂടാൻ കഴിയാത്ത പ്രവർത്തനമാണെന്ന് ധർമ്മ സൻസദ് പ്രമേയം പാസാക്കുന്നുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അക്കൊല്ലം സെപ്റ്റംബറിൽ VHPയുടെ നേതൃത്വത്തിൽ ഒരു റാലി അയോധ്യയിലേക്ക് ആരംഭിക്കുകയാണ്. റാലിയുടെ മുന്നിൽ മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ച ഒരു രഥമുണ്ടായിരുന്നു. ശ്രീരാമൻ യുദ്ധത്തിലേക്ക് പോകുന്ന രഥം എന്ന രീതിയിലാണ് ഇതിനെ അവതരിപ്പിച്ചത്. സീതാദേവിയുടെ ജനന സ്ഥലമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ബീഹാറിലെ സീതാമാർ എന്ന പട്ടണത്തിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത്. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ഈ യാത്ര 12 ദിവസത്തിന് ശേഷം അയോധ്യയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് സരയൂ നദിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് VHP നേതാക്കൾ രാമക്ഷേത്രം പണിയുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇതേ ഘട്ടത്തിൽ വിവിധ സംഘപരിവാർ സംഘടനകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സമാനമായ പ്രതിജ്ഞ ഈ പറഞ്ഞ രീതിയിൽ എടുക്കുന്നുണ്ട്. എന്നാൽ VHPയുടെ രഥം അധികം മുന്നോട്ട് പോയില്ല. അതിനുള്ള കാരണം രാജ്യം അപ്രതീക്ഷിതമായൊരു ദുരന്തത്തെ 1984 ഒക്ടോബർ 31 നേരിടേണ്ടി വന്നു. അന്നേ ദിവസം രാവിലെ 9:30 സഫ്ദർജംഗ് റോഡിലുള്ള തൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഒരു ഐറിഷ് മാധ്യമത്തിന് ഇൻ്റർവ്യൂ നൽകാൻ പുറപ്പെട്ട പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അംഗരക്ഷകരായ 2 സിഖുകാർ വെടിവെച്ചു കൊന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനുള്ള പ്രതികാരമായിരുന്നു ആ അസാസിനേഷൻ. ഇതിനെ തുടർന്ന് ഉത്തരേന്ത്യയിൽ സിഖ് മതവിശ്വാസികൾക്ക് നേരെ അതിക്രൂരമായ രീതിയിലുള്ള കലാപം ആരംഭിക്കുകയുണ്ടായി. ഇതിൽ 3000ഓളം സിഖ് വിശ്വാസികൾ കൊല ചെയ്യപ്പെട്ടു. പാർട്ടീഷന് ശേഷം അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യ രക്തരൂക്ഷിതമായൊരു കമ്മ്യൂണൽ ടെൻഷനിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ വെറും 40 വയസ്സ് മാത്രമുള്ള രാജീവ് ഗാന്ധി എന്ന രാഷ്ട്രീയത്തിൽ വലിയ പരിചയമൊന്നുമില്ലാത്തൊരു നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരികയാണ്. വിധിയുടെ ക്രൂരത എന്നോണം 2 ഭരണങ്ങൾ സ്വന്തം കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷേ രാജീവ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 1981 സഹോദരൻ സഞ്ജയ് ഗാന്ധി പ്ലെയിൻ അപകടത്തിൽ കൊല ചെയ്യപ്പെടുമ്പോഴാണ് അതുവരെ പൈലറ്റായിരുന്ന രാജീവ് രാഷ്ട്രീയ പ്രവേശനം ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന രാജീവ് ഉടനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ മരണം സൃഷ്ടിച്ച കടുത്ത സഹതാപ തരംഗത്തിൽ കോൺഗ്രസ് വികാരം ആഞ്ഞടിച്ച അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു സ്വാധീനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. കേവലം 2 സീറ്റിൽ അവർ ഒതുങ്ങി. വളരെ യങ്ങായ ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലാംബോയിൻ ഫിഗർ എന്നൊക്കെ പറയാവുന്ന രാജീവ് ഗാന്ധി മാറുന്ന ഇന്ത്യയുടെ പ്രതീകം എന്ന രീതിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പേരെടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഹണിമൂൺ പീരീഡ് ഉടനെ തീരുകയാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മതപരമായ തർക്കങ്ങളും അതിൻ്റെ രാഷ്ട്രീയ ചോദ്യങ്ങളും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് വരികയാണ്. ഇവിടെ ഒരു പിവറ്റൽ പോയിന്റ് ഷാബാനു ബീഗം കേസിൻ്റെ സുപ്രീം കോടതി വിധിയായിരുന്നു. ഷാബാനു എന്ന മധ്യവയസ്സ് പിന്നിട്ടൊരു മുസ്ലിം സ്ത്രീ തൻ്റെ ഭർത്താവ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉപേക്ഷിച്ചപ്പോൾ ജീവനാംശം ഒന്നും തന്നിട്ടില്ല എന്ന പരാതിയുമായി കോടതിയെ സമീപിച്ചു. ഇസ്ലാമിക വ്യക്തി നിയമം അനുസരിച്ച് അത്തരമൊരു ജീവനാംശം കൊടുക്കേണ്ടതില്ല എന്നൊരു പ്രബലമായ വാദം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ക്രിമിനൽ നിയമപ്രകാരം ഷാബാനു ഓൾറെഡി അത്തരം ഒരു അവകാശം ലഭിക്കാൻ അർഹയാണ്. 1985 സുപ്രീം കോടതി ഇതിനൊരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയുണ്ടായി. ആ ഉത്തരവിൻ്റെ രത്നച്ചുരുക്കം ഇസ്ലാമിക വ്യക്തി നിയമവും ഭർത്താവ് ഉപേക്ഷിക്കുന്ന സ്ത്രീകൾക്ക് മെയിൻ്റനൻസ് നൽകുന്ന ഇന്ത്യൻ ക്രിമിനൽ നിയമവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലെന്നും ആയതിനാൽ തന്നെ ക്രിമിനൽ നിയമപ്രകാരം ലഭിക്കാൻ അർഹമായ മെയിൻ്റനൻസ് തുക ഷാബാനു ഉൾപ്പെടെയുള്ള മുസ്ലിം സ്ത്രീകൾക്ക് അർഹതപ്പെട്ടതാണ് എന്നുമായിരുന്നു. ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. മുസ്ലിം യാഥാസ്ഥിതികർ തങ്ങളുടെ മതനിയമങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായാണ് ഇതിനെ കണ്ടത്.
രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം നടന്നു. തുടക്കത്തിൽ ഈ വിധിയെ പ്രശംസിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അധികം വൈകാതെ മുസ്ലിം യാഥാസ്ഥിതികരുടെ പ്രഷറിന് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. ഇതിനെ തുടർന്ന് സുപ്രീം കോടതി വിധിയെ മറികടക്കാനുള്ള നിയമനിർമ്മാണങ്ങളുടെ ആലോചന ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ ആരംഭിക്കുകയാണ്. മതപരമായ ഡിമാൻഡുകളെ പ്രീണിപ്പിക്കുക ഒരു ട്രപ്പീസ് കളി പോലെയാണ്. ഒരു ഭാഗത്തേക്ക് അല്പം ചാഞ്ഞാൽ ഉടനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മറുഭാഗത്തേക്ക് കൂടി ചാഞ്ഞു കൊടുക്കേണ്ടി വരും. മുസ്ലിങ്ങളെ സർക്കാർ പ്രീണിപ്പിക്കുന്നു എന്ന റൈറ്റ് വിങ് പരാതിയെ മറികടക്കാൻ രാജീവ് ഗാന്ധി കണ്ടെത്തിയത് അയോധ്യ നിലനിൽക്കുന്ന ഫൈസാബാദ് കോടതിയിൽ വന്നൊരു സിവിൽ കേസായിരുന്നു. വീണ്ടും അയോധ്യ ചിത്രത്തിലേക്ക് കടന്നു വരികയാണ്. ഉമേഷ് ചന്ദ്ര പാണ്ഡെ എന്നൊരു വക്കീൽ കൊടുത്ത ഹർജി ആവശ്യപ്പെട്ടത് ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സമുച്ചയത്തിൻ്റെ ലോക്ക് പൊളിച്ച് അതിനുള്ളിൽ 1949 സ്ഥാപിച്ച ശ്രീരാമൻ്റെ വിഗ്രഹം അത് കാണാൻ വിശ്വാസികൾക്ക് അനുവാദം നൽകണമെന്നായിരുന്നു. 1949 വിഗ്രഹം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഈ സീരീസിൻ്റെ 1ാം ഭാഗത്തിൽ നൽകിയിട്ടുണ്ട്. അത് മുകളിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പാണ്ഡെ കേസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ആവശ്യം റൈറ്റ് വിങ് ഹിന്ദു ഗ്രൂപ്പുകൾ അയോധ്യയിൽ ഉന്നയിച്ചിരുന്നു. 1950 ഈ സമുച്ചയം താഴിട്ട് പൂട്ടുമ്പോൾ അതിന് യാതൊരു സർക്കാർ ഓർഡറിൻ്റെ പിന്തുണയും ഇല്ലായിരുന്നു എന്നതായിരുന്നു ഇവരുടെ പ്രധാന വാദം. ഈ കാലയളവിൽ അയോധ്യയിലെ ചില സന്യാസിമാർ പൂട്ടു തുറന്നില്ലെങ്കിൽ സ്വയം തീ കൊളുത്തി മരിക്കുമെന്ന ഭീഷണിയൊക്കെ ഉയർത്തുന്നുണ്ട്. എന്തായാലും അവർക്ക് അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. തുടർന്ന് നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ ഒരു ചെറിയ പട്ടണത്തിലെ സിവിൽ കോടതിയിൽ വന്നൊരു കേസിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്ന കാഴ്ചയാണ്. രാജീവ് ഗാന്ധി തൻ്റെ വിശ്വസ്തനും ബന്ധുവുമായ അരുൺ നെഹ്റു വഴിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അരുൺ നെഹ്റു പ്രധാനമന്ത്രിയുടെ അന്നത്തെ ഉപദേശകരിൽ ഒരാളായിരുന്നു. കോടതി വിധിയെ സ്വാധീനിക്കത്തക്ക ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അതുവഴി ബാബറി മസ്ജിദ് ഹിന്ദുക്കൾക്ക് തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉറപ്പാക്കി. സർക്കാരിൻ്റെ ഭാഗമായി കോടതിയിൽ മൊഴി കൊടുത്ത ഉദ്യോഗസ്ഥർ യാതൊരുവിധ കമ്മ്യൂണൽ പ്രശ്നങ്ങളും ഈ ലോക്ക് തുറന്ന് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് അവസരം നൽകിയാൽ ഉണ്ടാകില്ല എന്ന ഉറപ്പ് കോടതിയിൽ കൊടുത്തു. കോടതി വിധിയെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. വളരെ അസ്വാഭാവികമായ ഒരു സർക്കാർ ഇടപെടലായിരുന്നു ഇത് എന്ന് കാണാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ 1986 ഫെബ്രുവരി 1 ഫൈസാബാദ് കോടതിയുടെ വിധി ബാബറി മസ്ജിദിൻ്റെ ലോക്ക് തുറന്നു കൊടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 4 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ബാബറി മസ്ജിദിൻ്റെ കവാടം ഇന്ത്യക്ക് മുന്നിൽ തുറക്കുകയാണ്. ബാബറി മസ്ജിദ് തുറക്കപ്പെടുന്ന നിമിഷം തന്നെ ദൂരദർശൻ ഇത് ഇന്ത്യ മുഴുവൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ ടെലിവിഷൻ, പ്രത്യേകിച്ച് രാമായണം, മഹാഭാരതം തുടങ്ങിയ സീരിയലുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇത് പുരാണ കഥകൾക്ക് അപ്പുറം ഹൈന്ദവ ബിംബങ്ങൾക്ക് വലിയൊരു സ്വാധീനം ഇന്ത്യയിലെ ഓരോ കോണിലും ഉണ്ടാകാൻ കാരണമായി. അക്കാലത്ത് ഒരുപക്ഷെ ഇന്നും ഇത്തരം സീരിയലുകളിൽ രാമനായും സീതയായും മറ്റും വേഷമിട്ട നടീനടന്മാരെ അവരെ കാണുമ്പോൾ ജനങ്ങൾ കാലിൽ വീഴുന്നതും തൊഴുന്നതുമൊന്നും ഇന്ത്യയിൽ അത്ഭുതമുള്ള കാര്യമല്ല. റൈറ്റ് വിങ് ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയിൽ ടെലിവിഷൻ വഹിച്ച പങ്കിനെക്കുറിച്ച് അരവിന്ദ് രാജ്ഗോപാൽ എഴുതിയ പൊളിറ്റിക്സ് ആഫ്റ്റർ ടെലിവിഷൻ എന്ന പുസ്തകം വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇത്തരം സീരിയലുകൾ അധർമ്മത്തിന് മുകളിൽ ധർമ്മത്തിൻ്റെ വിജയം എന്ന സങ്കല്പം മുന്നോട്ട് വെക്കുമ്പോൾ റൈറ്റ് വിങ് ഹിന്ദു ഗ്രൂപ്പുകൾ അതിനെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് മുകളിൽ ക്ഷേത്രങ്ങളും മറ്റും തിരിച്ചു പിടിച്ചുകൊണ്ട് നേടുന്ന വിജയമായി അവതരിപ്പിച്ചു എന്നാണ്. ഈ തർക്കത്തിൻ്റെ ചരിത്രത്തിൽ ഉടനീളം അത്ഭുത കഥകൾക്ക് വലിയ പങ്കുണ്ട്. ഇത് ആദ്യ ഭാഗത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ മറ്റൊരു അത്ഭുത കഥ വീണ്ടും വരികയാണ്. ഇത്തവണത്തെ കഥ ഏകദേശം ഇങ്ങനെയായിരുന്നു. ഫൈസാബാദ് കോടതി വിധി പ്രഖ്യാപിക്കുന്ന നേരം മുഴുവൻ ഒരു കുരങ്ങൻ കോടതി കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പൊതുവിൽ കുരങ്ങന്മാർ ഒരു സ്ഥലത്ത് അടങ്ങി ഇരിക്കാറില്ല. എന്നാൽ വിധി പ്രഖ്യാപിക്കുന്ന 30 മിനിറ്റ് ഈ കുരങ്ങൻ അനങ്ങാതെ ഇരുന്നുവെന്നാണ് കഥ. എന്ന് മാത്രമല്ല, വിധി പ്രഖ്യാപിച്ച ശേഷം കോടതി സമുച്ചയത്തിൽ ഉണ്ടായിരുന്ന ഫ്ലാഗ് പോസ്റ്റിലേക്ക് നടന്ന ഈ കുരങ്ങൻ അതിൻ്റെ മുകളിൽ കയറി കൊടിയിൽ തൊട്ട ശേഷമാണത്രേ തിരിച്ചു പോയത്.
അധികം വൈകാതെ വിശ്വാസികൾക്ക് ഇടയിൽ ഈ കഥയ്ക്ക് പുതിയ മാനം കൈവന്നു. അതായത് ശ്രീരാമൻ്റെ സന്തത സഹചാരിയായ ഹനുമാൻ തന്നെയാണ് കുരങ്ങൻ്റെ രൂപത്തിൽ ഫൈസാബാദ് കോടതിയിൽ വന്നതെന്നായിരുന്നു പലരും അക്കാലത്ത് വിശ്വസിച്ചിരുന്നത്. അതോടെ കോടതി വിധി ദൈവകൽപ്പന തന്നെയെന്ന പ്രചാരണം ശക്തമാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മുസ്ലിം സംഘടനകൾ അലഹബാദ് ഹൈക്കോടതിയിൽ കേസുമായി പോകുന്നുണ്ട്. എങ്കിലും സ്റ്റേറ്റസ് കോ, അതായത് ഫൈസാബാദ് കോടതി വിധിക്ക് ശേഷമുള്ള പൂട്ട് തുറന്ന വിധിക്ക് ശേഷമുള്ള തൽസ്ഥിതി തുടരാനാണ് വിധി വന്നത്. 1986 മെയ് മാസം കോൺഗ്രസ് സർക്കാർ ഷാബാനു കേസിൻ്റെ വിധിയെ മറികടക്കാൻ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കി. പ്രൊട്ടക്ഷൻ എന്നൊക്കെ പേരിൽ ഉണ്ടായിരുന്നെങ്കിലും ഫലത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനത്തിന് ശേഷമുള്ള മെയിൻ്റനൻസ് ഉറപ്പാക്കുന്ന ഒരു പ്രോഗ്രസീവ് സ്വഭാവമുള്ള വിധിയെ മറികടക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ട്രപ്പീസ് കളി സർക്കാർ പൂർത്തിയാക്കി. എന്നാൽ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായ റിസൾട്ടാണ് രാജീവ് ഗാന്ധിക്ക് ഇവിടെ ലഭിച്ചത്. രണ്ടു സമുദായങ്ങളെയും പ്രീണിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താം എന്ന് കരുതി ചെയ്തത് ഫലത്തിൽ രണ്ടു കൂട്ടരുടെയും എതിർപ്പിലേക്ക് നയിച്ചു. ലോക്ക് തുറന്നതിന് മുസ്ലിം ഗ്രൂപ്പുകളുടെ എതിർപ്പും മുസ്ലിം വ്യക്തി നിയമം സംരക്ഷിക്കാൻ പുതിയ നിയമം കൊണ്ടുവന്നത് ഹിന്ദു ഗ്രൂപ്പുകളുടെ എതിർപ്പും പിടിച്ചുപറ്റി. ഫലത്തിൽ രണ്ടു കൂട്ടരും രാജീവ് ഗാന്ധി സർക്കാരിനോട് അകന്നു എന്ന് പറയാം. 1989 രാജീവ് ഗാന്ധിയുടെ സർക്കാർ വലിയ അഴിമതി ആരോപണങ്ങൾ നേരിടുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ബൊഫോഴ്സ് എന്ന സ്വീഡിഷ് കമ്പനിയിൽ നിന്നും തോക്കുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായിരുന്നു. ഈ ഘട്ടത്തിൽ രാജ്യം ഒരു പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. രാജീവ് ഗാന്ധി തുടക്കത്തിൽ സൃഷ്ടിച്ച, നേരത്തെ പറഞ്ഞ പോലെ യങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന ഇമേജൊക്കെ പതിയെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പതിവ് രീതിയിൽ വോട്ട് കിട്ടുന്നൊരു ക്യാമ്പയിൻ ഉണ്ടായാൽ മാത്രമേ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് വരൂ എന്നതാണ് വസ്തുത. ഒരു വശത്ത് കേവലം 2 സീറ്റുകൾ മാത്രമേ നിലവിലുള്ളൂ എങ്കിലും ശക്തമായി അയോധ്യയിൽ രാമക്ഷേത്രം പണിയണം എന്ന ക്യാമ്പയിനുമായി BJP മുന്നോട്ടുണ്ട്. അവരുടെ 1989 ജൂൺ മാസത്തിൽ നടന്ന പാലംപൂർ സമ്മേളനം ഇത് ഔദ്യോഗിക പ്രമേയമായി പാസാക്കുന്നുണ്ട്. ഈ പ്രമേയം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രാജീവ് ഗാന്ധിയും കോൺഗ്രസും രാജ്യത്തെ ഹിന്ദു വികാരത്തെ മാനിക്കുന്നില്ല എന്നായിരുന്നു. ഈ ഘട്ടത്തിൽ അയോധ്യ വിഷയത്തെ ഏറ്റെടുക്കാനും അത് തന്ത്രപരമായി ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വിജയം നേടാനുമുള്ള ഉപദേശം പ്രധാനമന്ത്രിക്ക് കോൺഗ്രസ് ഇൻസൈഡർ സർക്കിളുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അയോധ്യയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ പോലും ഇവർ ഉപദേശം നൽകുന്നതായി കാണാൻ കഴിയും. ഇതിനിടെ 1989 നവംബർ 9 വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു പ്രതീകാത്മക രാമക്ഷേത്ര നിർമ്മാണം അഥവാ ശിലാന്യാസം അയോധ്യയിൽ നടത്തുകയുണ്ടായി. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇഷ്ടിക അയോധ്യയിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു ആ പരിപാടി നടത്തിയത്. ഇന്ത്യക്ക് പുറമെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഹിന്ദു ഗ്രൂപ്പുകൾ ഈ കാലഘട്ടത്തിൽ ഇത്തരം ഇഷ്ടികകൾ അയോധ്യയിൽ എത്തിച്ച് നൽകുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടമായതുകൊണ്ടും നേരത്തെ സൂചിപ്പിച്ച തന്ത്രത്തിൻ്റെ ഭാഗമായും രാജീവ് ഗാന്ധി സർക്കാർ ഈ പരിപാടിക്ക് മൗനാനുവാദം നൽകുകയാണ് ഉണ്ടായത്. ഈ ഘട്ടത്തിൽ രാമായണം സീരിയലിൽ ശ്രീരാമനായി വേഷമിട്ട അരുൺ ഗോവലും അതുപോലെ സീതയായി വേഷമിട്ട ദീപിക ചിക്കാലിയും ഹനുമാനായി വേഷമിട്ട ദാരാ സിംഗിനെയും ഉത്തരേന്ത്യൻ ഗ്രാമനഗരങ്ങൾ മുഴുവൻ രാജീവ് ഗാന്ധി കൊണ്ടു നടന്ന് വോട്ട് പിടിക്കുന്നുണ്ട്. എന്നാൽ 1989 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടു. പാർലമെൻറ്റ് സീറ്റുകൾ ഏകദേശം പകുതിയായി കുറഞ്ഞു. എങ്കിലും പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു. ഒരു സർക്കാർ ഉണ്ടാക്കാൻ നേതൃത്വം നൽകില്ല എന്ന നിലപാടാണ് രാജീവ് ഗാന്ധി ഇലക്ഷന് ശേഷം എടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് BJP ആയിരുന്നു എന്ന് നിസ്സംശയം പറയാം. കേവലം 2 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന അവർ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് 85 സീറ്റുകളിലേക്ക് ഉയർന്നു. രാഷ്ട്രീയമായി അയോധ്യ ബാലറ്റ് പെട്ടിയിൽ വോട്ടാകുന്ന അവഗണിക്കാൻ കഴിയാത്ത വിഷയമായി മാറുന്നു എന്നതിൻ്റെ സൂചന കൂടിയായിരുന്നു ഈ വലിയ മുന്നേറ്റം. ഈ ഘട്ടത്തിൽ വിശ്വനാഥ് പ്രതാപ് സിംഗ് അഥവാ VP സിംഗ് എന്ന ജനതാദൾ നേതാവാണ് സർക്കാർ രൂപീകരിക്കുന്നത്. ഇദ്ദേഹം മുൻപ് രാജീവ് ഗാന്ധി സർക്കാരിലെ മന്ത്രിയായിരുന്നു. അക്കാലത്ത് പാർട്ടി മാറി ജനതാദളിൽ ചേരുകയാണ് ഇദ്ദേഹം ചെയ്തത്.
BJP ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ ഈ സർക്കാരിനുണ്ടായിരുന്നു. ഇവിടെ BJPയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയോടൊപ്പം ഒരു ശക്തനായ നേതാവ് കൂടി ഉദയം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അടുത്ത വർഷങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത് ലാൽ കൃഷ്ണ അദ്വാനി അഥവാ LK അദ്വാനി എന്ന വളരെ കരിഷ്മാറ്റിക്കായ ഈ നേതാവാണ്. 1990 സെപ്റ്റംബർ 25 LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും ഒരു രഥത്തിൻ്റെ രൂപമുള്ള വാഹനത്തിൽ ഒരു സംഘം BJP പ്രവർത്തകർ ഉത്തരേന്ത്യ ഉടനീളം ഒരു യാത്ര ആരംഭിക്കുകയാണ്. പുരാണങ്ങളിലും മറ്റും കേട്ടിട്ടുള്ള പോലെ ആ രഥം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. മാത്രമല്ല രഥം പോകുന്ന വഴിയിൽ ആളുകൾ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അദ്വാനി ഹിന്ദു ഇതിഹാസങ്ങളിലെ പോരാളികളെ പോലെ തലയിൽ കിരീടവും അതുപോലെ കൈകളിൽ അമ്പും വില്ലും ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ഇതുകൂടാതെ പുരാണ കഥകളുടെ മോഡലിൽ ഫാൻസി ഡ്രസ്സ് ധരിച്ച ആർട്ടിസ്റ്റുകളും ഈ രഥയാത്രയിൽ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന നിശ്ചല ചിത്രങ്ങളും രഥം പോകുന്ന വഴികളിൽ ഉടനീളം ഉയർന്നു. മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ തേര് തെളിയിച്ച കൃഷ്ണനെ പോലെയാണ് അദ്വാനി എന്ന് ചിലർ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചു. മറ്റുള്ളവർ അതൊന്നുമല്ല, ശ്രീരാമൻ തന്നെ യുദ്ധത്തിനായി രഥത്തിൽ വരികയാണ് എന്ന് പറഞ്ഞു. എന്തു തന്നെയായാലും ഉത്തരേന്ത്യ ആകെ മൊത്തം 10,000-ഓളം കിലോമീറ്റർ കറങ്ങി ഒക്ടോബർ 30 ഉത്തർപ്രദേശിലെ അയോധ്യയിൽ എത്തിച്ചേരുക എന്നതായിരുന്നു ഈ യാത്രയുടെ പദ്ധതി. ആ ദിവസം അവിടെ VHPയുടെ നേതൃത്വത്തിൽ കർസേവ അഥവാ ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന ഭൂമിയിൽ രാമക്ഷേത്രം പണിയാനുള്ള പരിപാടി നടക്കാൻ പോവുകയാണ്. രഥം മുന്നോട്ട് പോകുന്തോറും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഹിന്ദു മുസ്ലിം സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അയോധ്യ നിലനിൽക്കുന്ന ഉത്തർപ്രദേശിൽ മാത്രം ഈ കാലയളവിൽ വർഗീയ സംഘർഷങ്ങളിൽ 100-ൽ പരം ആളുകൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി VP സിംഗ് പ്രശ്നപരിഹാരത്തിനായി പല മീഡിയേഷൻ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. രഥത്തിൽ കിട്ടിയ മൈക്രോഫോണുകൾ ഉച്ചത്തിൽ കസം രാം കി കഹത്തെ ഹേ മന്ദിർ വഹാം ബനായെങ്കി അഥവാ രാമനാമത്തിൽ ഉറപ്പു നൽകുന്നു, ക്ഷേത്രം അവിടെ തന്നെ പണിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. ഒക്ടോബർ 19 ഗുജറാത്തും മധ്യപ്രദേശും മഹാരാഷ്ട്രയും തെലങ്കാനയും കടന്ന് ഒടുവിൽ രഥം ബീഹാറിലേക്ക് എത്തിച്ചേരുകയാണ്. ബീഹാർ അന്ന് ഭരിക്കുന്നത് ജയപ്രകാശ് നാരായണൻ്റെ ശിഷ്യരിൽ ഒരാളായ സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള വളരെ യങ്ങായ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവാണ്. ഈ രഥം മുന്നോട്ട് പോകുന്തോറും ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം താറുമാറാകും എന്ന് കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തി കൂടിയായിരുന്നു ലാലു പ്രസാദ്. രഥം ബീഹാറിലെ ധൻബാദിലെത്തുമ്പോൾ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായ അഫ്സൽ അമാനുള്ളയോട് അദ്വാനിയെ അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി കൂടിയായ ലാലു നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു മുസ്ലിം ഓഫീസർ രഥയാത്രയെ തടഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്ന ഭയത്തിൽ ആ ഓഫീസർ അതിൽ നിന്നും പിൻവാങ്ങുകയാണ് പിന്നീട് ചെയ്തത്. ഒക്ടോബർ 30 എന്ന ദിവസം അടുക്കുകയാണ്. രാജ്യം എന്തെന്നില്ലാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിൽ ഒക്ടോബർ 23 തൻ്റെ സകല മീഡിയേഷൻ ശ്രമങ്ങളും പരാജയപ്പെട്ട VP സിംഗ് ലാലു പ്രസാദിനോട് അദ്വാനിയെ തടയണമെന്ന് ആവശ്യപ്പെടുകയാണ്. അന്നേ ദിവസം യാത്ര ബീഹാറിലെ തലസ്ഥാനമായ പറ്റ്നയിൽ എത്തിച്ചേർന്നു. പറ്റ്നയിലെ മീറ്റിംഗിന് ശേഷം അദ്വാനിയും കൂട്ടരും തൊട്ടടുത്ത സ്വീകരണ കേന്ദ്രമായ സമസ്തിപൂരിൽ ഇന്നത്തെ ദിവസം രാത്രി തങ്ങുകയാണ്. ഒരു സീരീസ് ഓഫ് ഡിസ്കഷൻസ് ഈ ഘട്ടത്തിൽ ഡൽഹിക്കും ബീഹാറിലെ CM ഓഫീസിനും ഇടയിൽ നടക്കുന്നുണ്ട്. എന്തു തന്നെയായാലും അറസ്റ്റുമായി മുന്നോട്ട് പോകാൻ ലാലു തീരുമാനിക്കുന്നു. അതേ ദിവസം രാത്രി, അതായത് ഒക്ടോബർ 24 പുലർച്ചെ, ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് RK സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അദ്വാനിയും കൂട്ടരും താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് കയറുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല. അദ്വാനി അറസ്റ്റ് ചെയ്യപ്പെട്ടു എങ്കിലും 75,000-ഓളം വരുന്ന കർസേവകർ അയോധ്യ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് 1.5 ലക്ഷത്തോളം അറസ്റ്റ് സംസ്ഥാനത്ത് സമാധാന സ്ഥിതി ഉറപ്പാക്കാൻ നടത്തുന്നുണ്ട്. കൂടാതെ 20,000-ഓളം പോലീസുകാരെ ബാബറി മസ്ജിദ് സംരക്ഷിക്കാൻ സർക്കാർ ഒരുക്കി നിർത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ അയോധ്യ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. കനത്ത പോലീസ് കാവലുണ്ടായിട്ടും അതിനെ മറികടന്നുകൊണ്ട് കർസേവകർ ബാബറി മസ്ജിദ് കോമ്പൗണ്ടിലേക്ക് കടന്നു. കൂടുതൽ ഫോഴ്സ് ഈ ഘട്ടത്തിൽ അവിടെ എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ സ്ഥിതി വീണ്ടും കൈവിട്ടു പോകുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്.
ഈ ഘട്ടത്തിൽ പള്ളിയുടെ മിനാരങ്ങളിൽ കയറിയ കർസേവകർ അവിടെ കാവിക്കൊടി നാട്ടുകയുണ്ടായി. അതേസമയം മറ്റ് ചിലർ മഴുവും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് കെട്ടിടം തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. തുടക്കത്തിൽ ടിയർ ഗ്യാസും മറ്റും ഉപയോഗിച്ച പോലീസ് നിൽക്കക്കള്ളിയില്ലാതെ വെടിവെക്കാൻ ആരംഭിച്ചു. 20ഓളം VHP പ്രവർത്തകർ വെടിവെപ്പിൽ കൊല ചെയ്യപ്പെട്ടു. ഇതേ സമയം ഡൽഹി രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അദ്വാനിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി നേതാവ് വാജ്പേയി രാഷ്ട്രപതിയെ കാണുകയും VP സിംഗിനുള്ള പിന്തുണ പിൻവലിക്കുന്നതായി അറിയിക്കുകയും ചെയ്തു. ഇതോടെ VP സിംഗിൻ്റെ സർക്കാർ ഭൂരിപക്ഷമില്ലാതെ വരികയും തുടർന്നുള്ള അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ 11 മാസം മാത്രം പ്രായമായ സർക്കാർ അയോധ്യ വിഷയത്തിൽ നിലംപതിച്ചു. പിന്നീട് കോൺഗ്രസ് പിന്തുണയോടെ അധികാരത്തിൽ വന്ന ചന്ദ്രശേഖർ സർക്കാർ മാസങ്ങൾക്ക് ശേഷം കോൺഗ്രസ് തന്നെ പിന്തുണ പിൻവലിച്ചപ്പോൾ താഴെ വീണു. 1991 മെയ് 21 രാജ്യം മറ്റൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ LTT തീവ്രവാദികളുടെ സൂയിസൈഡ് ബോംബിങ്ങിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടു. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികരെ അയച്ചതിനുള്ള പ്രതികാരമായിരുന്നു ഈ അസസിനേഷൻ. 1991 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് വരികയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിലും രാജീവ് ഗാന്ധിയുടെ മരണം തീർത്ത സഹതാപ തരംഗത്തിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. പണ്ഡിതനും അതുപോലെ 17ഓളം ഭാഷകളിൽ വിദഗ്ധനുമായിരുന്ന PV നരസിംഹ റാവുവാണ് പുതിയ പ്രധാനമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു. ഇത്തവണ 85-ൽ നിന്നും 120-ലേക്ക് അവരുടെ സീറ്റുകൾ ഉയർന്നു. അതോടൊപ്പം അയോധ്യ നിലനിൽക്കുന്ന ഉത്തർപ്രദേശിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റുകളെ പരാജയപ്പെടുത്തി ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു മുഖ്യമന്ത്രി സ്ഥാനം നേടി. കല്യാൺ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി. അയോധ്യ ബാബറി മസ്ജിദ് തർക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ഇവിടെ തുടങ്ങുകയാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിയണമെന്ന ആവശ്യവുമായി ഹിന്ദു ഗ്രൂപ്പുകൾ ശക്തമായി മുന്നോട്ട് വരികയാണ്. 1992 ഡിസംബർ 6 എന്ന തീയതി ഒരു അൾട്ടിമേറ്റം പോലെ അവർ പുതിയ സർക്കാരിന് മുന്നിൽ വെക്കുന്നുണ്ട്. പല തലങ്ങളിൽ ഈ ഘട്ടത്തിൽ അനുരഞ്ജന ശ്രമങ്ങൾ സർക്കാർ ആരംഭിക്കുകയാണ്. പതിവ് പോലെ ഇവയെല്ലാം പരാജയപ്പെടുന്ന കാഴ്ച കാണാൻ സാധിക്കും. അങ്ങനെ ഡിസംബർ 6 എന്ന തീയതി വന്നെത്തുകയാണ്. സ്ഥിതി വഷളാകുന്ന ഘട്ടത്തിൽ നരസിംഹറാവു UPയിൽ പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമെന്ന് പലരും കരുതിയിരുന്നു. എങ്കിലും അത് സംഭവിച്ചില്ല. ഈ ഘട്ടത്തിൽ ഒരു അനുരഞ്ജന മീറ്റിങ്ങിൽ ബാബറി മസ്ജിദ് ആക്രമിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന മുസ്ലിം നേതാക്കളോട് റാവു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്താണ് ഇന്ത്യയെ പറ്റി കരുതുന്നത്? അയൽ രാജ്യങ്ങളിൽ പോലും 24 മണിക്കൂറിനകം എത്താൻ കഴിവുള്ള ഫോഴ്സുള്ള ഈ രാജ്യത്തിന് അയോധ്യയിൽ എത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഡിസംബർ 6-ാം തീയതി 1.5 ലക്ഷത്തോളം കർസേവകർ ബാബറി മസ്ജിദിന് ചുറ്റും എത്തിച്ചേർന്നു. പേരിന് മാത്രം പോലീസ് സംവിധാനമേ അന്ന് ബാബറി പള്ളിക്ക് കാവൽ നിൽക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. സമയം ഉച്ചയാകുന്നതോടെ 4000-ഓളം പോലീസ് കൂടി സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ യാതൊരു കാരണവശാലും ഫോഴ്സ് ഉപയോഗിക്കരുത് എന്ന കർശന നിർദ്ദേശം അവർക്ക് നൽകിയിരുന്നു. അധികം വൈകാതെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം കർസേവകർ ബാബറി മസ്ജിദ് കോമ്പൗണ്ടിലേക്ക് ഓടിക്കയറി. പോലീസ് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. കർസേവകരിൽ പലരും മിനാരങ്ങളുടെ മുകളിലേക്ക് കയറുകയും അതിനുള്ളിൽ കയറിട്ട് അത് താഴേക്ക് വലിക്കാൻ കൊടുക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ മുകളിൽ കയറിയവർ മഴുവും മറ്റും ഉപയോഗിച്ച് മിനാരങ്ങൾ തകർക്കാൻ ആരംഭിക്കുന്നുണ്ട്. താഴെയുള്ളവർ കയ്യിലുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ട് ചുമരുകൾ തകർക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് 2 മണിയോടെ ബാബറി പള്ളിയുടെ ആദ്യത്തെ മിനാരം നിലംപതിച്ചു. അധികം വൈകാതെ മറ്റ് 2 മിനാരങ്ങളും തകർക്കപ്പെട്ടു. 450 വർഷത്തെ പഴക്കമുള്ള 1528 പള്ളി പണിഞ്ഞപ്പോൾ അവിടെ പേർഷ്യൻ ഭാഷയിൽ ഇവിടം മാലാഖമാർ ഇറങ്ങി വരുന്ന സ്ഥലം എന്നെഴുതി വെച്ച പള്ളി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവർ തകർത്ത് കളഞ്ഞു. എന്നാൽ ഇവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല. അയോധ്യയിൽ ഉടനെ വലിയ വർഗീയ കലാപം മുസ്ലിങ്ങൾക്ക് നേരെ ആരംഭിക്കുകയുണ്ടായി. മുസ്ലിം വീടുകളും കടകളും അയോധ്യയിൽ ഉടനീളം ആക്രമിക്കപ്പെട്ടു. ഇതിൻ്റെ ബാക്കി പത്രം
പിന്നീട് ഇന്ത്യയിൽ പലയിടത്തും ആവർത്തിച്ചു. 1993 മുംബൈ കലാപവും തുടർന്നുള്ള ബോംബ് സ്ഫോടനവും ഇതിലെ ഏറ്റവും രക്തരൂക്ഷിതമായ എപ്പിസോഡുകളിൽ ഒന്നായിരുന്നു. ഇതിൽ 2000-ഓളം മനുഷ്യരുടെ ജീവൻ നഷ്ടമായി. ബാബറി മസ്ജിദിൻ്റെ തകർക്കലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ UP സർക്കാരിനെ പിരിച്ചുവിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല ഒരു സീരീസ് ഓഫ് കേസുകൾ പല കോടതികളിലായി കർസേവയ്ക്ക് നേതൃത്വം നൽകിയ അദ്വാനി, അതുപോലെ മുരളി മനോഹർ ജോഷി, ഉമാ ഭാരതി എന്നിവർക്കെല്ലാം എതിരെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇതിൽ ഒട്ടുമിക്ക കേസുകളും തള്ളിപ്പോവുകയാണ് ചെയ്തത്. പല കേസുകളും പിന്നീട് വന്ന BJP സർക്കാരുകൾ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. ഇതിലാകെ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രധാന വ്യക്തി അന്നത്തെ UP മുഖ്യമന്ത്രിയായ കല്യാൺ സിംഗ് ആണ്. സുപ്രീം കോടതി അദ്ദേഹത്തിന് നൽകിയത് 1 ദിവസത്തെ ശിക്ഷയും 20,000 രൂപ പിഴയുമായിരുന്നു. 1992 ഡിസംബർ 16 കേന്ദ്ര സർക്കാർ ലിബർഹാൻ കമ്മീഷനെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെക്കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തി. 17 വർഷം പഠിച്ച ശേഷം 2009 കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത്. അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി, കല്യാൺ സിംഗ്, പ്രമോദ് മഹാജൻ, ഉമാ ഭാരതി, വിജയരാജ സിന്ധ്യ തുടങ്ങിയ നേതാക്കളും VHP നേതാക്കളായ ഗിരിരാജ് കിഷോർ, അശോക് സിംഘൽ, ശിവസേന നേതാവായിട്ടുള്ള ബാൽ താക്കറെ, മുൻ RSS നേതാവ് KN ഗോവിന്ദാചാര്യ എന്നിവരെല്ലാം ബാബറി മസ്ജിദ് തകർത്ത കേസിൽ കുറ്റക്കാരാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. എന്നാൽ അപ്പോഴേക്കും ഇന്ത്യൻ രാഷ്ട്രീയം ഒരുപാട് മാറിയിരുന്നു. 2024 അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിലേക്ക് നയിക്കുന്നത് 2009 കോടതി വിധിയാണ്. ഏകദേശം 70 വർഷം നീണ്ട കോടതി വ്യവഹാരങ്ങൾ പല കോടതികൾ കയറി ഒടുവിൽ സുപ്രീം കോടതിയിൽ എത്തുന്നത് 2011 2019 നവംബർ 9 സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് അതിൻ്റെ ചരിത്രപ്രധാനമായ വിധി പ്രഖ്യാപിച്ചു. അതിൻ്റെ രത്നച്ചുരുക്കം ബാബറി മസ്ജിദ് നിലനിന്ന തർക്കഭൂമി പൂർണ്ണമായും കേസിലെ ഹിന്ദു പാർട്ടികൾക്ക് നൽകാനും പകരം സുന്നി വഖഫ് ബോർഡിന് 5 ഏക്കർ ഭൂമി അയോധ്യയിലെ കണ്ണായ സ്ഥലത്ത് UP സർക്കാർ ഏറ്റെടുത്ത് നൽകണം എന്നുമായിരുന്നു. വളരെ അപൂർവ സ്വഭാവമുള്ള ഈ വിധി സുപ്രീം കോടതിയുടെ നീതി നിർവഹണം എന്നതിൽ ഉപരി ഒരു മീഡിയേറ്ററിൻ്റെ തർക്കപരിഹാരം എന്ന രീതിയിലാണ് നിയമജ്ഞർ കണ്ടത്. ഈ വിധിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്ന് ബാബറി മസ്ജിദ് ഒരു ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ മുകളിൽ പണിതു എന്ന് സുപ്രീം കോടതി ശരിവെച്ചു എന്ന വാദമാണ്. അത്തരത്തിൽ ഒരു കണ്ടെത്തലും സുപ്രീം കോടതി വിധിയിൽ ഉണ്ടായിരുന്നില്ല. എന്തു തന്നെയായാലും അയോധ്യ എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചോദ്യത്തിന് സുപ്രീം കോടതി ഉത്തരം പറഞ്ഞു. ആ ഉത്തരം നീതിയാണോ അല്ലയോ എന്ന് വരും തലമുറകൾ തീരുമാനിക്കട്ടെ. ബാബറി മസ്ജിദ് അയോധ്യ വിഷയത്തിൻ്റെ 2 ഭാഗങ്ങളുള്ള ഈ സീരീസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. ഈ ചാനലിൽ ചെയ്യണമെന്ന് നിങ്ങൾ കരുതുന്ന വിഷയങ്ങൾ ഒരു കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.